അനുഗ്രഹങ്ങളുടെ മാതാവേ, അനുഗ്രഹങ്ങളുടെ മാതാവേ എന്ന ഈ പ്രാർത്ഥന വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ആഴമുള്ള ഒരു അപേക്ഷയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മനുഷ്യരിലേക്ക് ഒഴുകി വരുന്നതിൽ മാതാവിൻ്റെ മധ്യസ്ഥതയെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഉയരുന്നത്. ദൈവകൃപയുടെ പൂർണ്ണത മാതാവിൽ നിറഞ്ഞതിനാൽ അവൾ അനുഗ്രഹങ്ങളുടെ മാതാവായി വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ ദിവസത്തെ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമാക്കണമേ എന്ന വാക്കുകൾ സ്ഥിരതയോടെയും വിശ്വാസത്തോടെയും നടത്തുന്ന പ്രാർത്ഥനയുടെ മഹത്വം സൂചിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. മാതാവിനോടുള്ള അപേക്ഷയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് ഇഷ്ടമായി തീരണമെന്ന ആഗ്രഹമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. എൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എനിക്ക് നല്ലത് ലഭിക്കാൻ ശുപാർശ ചെയ്യണമേ എന്ന വരികൾ മനുഷ്യൻ്റെ പരിമിതിയെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യനെ എല്ലാം അറിയുകയോ നിയന്ത്രിക്കുകയോ കഴിയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ആവശ്യങ്ങൾ മാതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ദൈവത്തിന് സമർപ്പിക്കണമെന്ന വിനയമാണ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാം നമുക്ക് നല്ലതാകണമെന്നില്ല, എന്നാൽ ദൈവം നൽകുന്നത് എപ്പോഴും നമ്മുടെ നന്മയ്ക്കായിരിക്കും എന്ന വിശ്വാസവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. എൻ്റെ ജീവിതം ദൈവത്തിന് മഹത്വമാകട്ടെ എന്ന അവസാന അപേക്ഷ ഈ പ്രാർത്ഥനയുടെ ആത്മാവാണ്. അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് മാത്രമല്ല, ആ അനുഗ്രഹങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടണം എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവമഹത്വം പ്രതിഫലിക്കണം എന്ന ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ആകെ കൂടി ഈ പ്രാർത്ഥന മനുഷ്യനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പൂർണ്ണ വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സമ്മാനമാണെന്നും അവ വിനയത്തോടെയും നീയോടെയും സ്വീകരിക്കുമ്പോഴാണ് ജീവിതം യഥാർത്ഥ അർത്ഥം നേടുന്നതെന്നും ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് മാതാവിൻ്റെ കൈപിടിച്ച് മുന്നേറുന്ന ഒരു വിശ്വാസ ജീവിതത്തിലേക്കാണ് ഈ പ്രാർത്ഥന നമ്മെ നയിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.